നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഓട്സിൻ്റെ ദോശ തയ്യാറാക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെയുള്ളൊരു 4 കൈയിലോളം ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 കൈയിൽ ഓട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതിന് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് നമുക്കിത് ഒരു അരമണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു മൂടി വെച്ച് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് അരമണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഓട്സിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, കുറച്ച് ഉള്ളിയാണ് തോല് കളഞ്ഞത്, ഒരു 5-6 ഉള്ളി അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളിവിടെ തോല് കളഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഒരു കഷ്ണം, അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടാതെ നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ദോശ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനു വേണ്ടി ഇത് പുളിക്കാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഓട്സിൻ്റെ ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയം കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ ഓട്സ് നമുക്ക് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ എപ്പോഴും ഈ പാലിൽ കുറുക്കി കഴിക്കുക, അതൊക്കെ നമുക്ക് വളരെ മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു സംഭവങ്ങളാണ്. ഇതിനു മുമ്പ് ഓട്സിൻ്റെ പല റെസിപ്പീസും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഓട്സിൻ്റെ ദോശ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു പ്രത്യേക ഫ്ലേവറും കൂടി ഉണ്ടാവും ഇതിന്. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്, നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം പറയൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവാണ് ഇത്. നമ്മൾ സാധാരണ ദോശ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. നമ്മുടെ ദോശയ്ക്ക് അറ വരുന്നതൊക്കെ പോലെ തന്നെ ഇതും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഓട്സ് ദോശ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ കൂടെയുള്ളത് ചന മസാലയാണ് കേട്ടോ. അപ്പോൾ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണിത്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.